ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്ലാസി ലുക്ക് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്രെയിംസും ഹാമ്പേഴ്സും അതുപോലെ തന്നെ സ്ക്രാപ്പ് ബുക്കൊക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് കാർഡ്ബോർഡ്. നമുക്ക് രണ്ട് തിക്നെസ്സിലുള്ള കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിന് ഇത് അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡാണ്. രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 5 രൂപയാണ്. ഇതിന് വരുന്നത് 25 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിൻ്റെ എന്തോ ഡിഫറൻസ് ആണുള്ളത്. രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഷീറ്റ്സ് ആയിട്ടും അതുപോലെ ഒന്ന് നമുക്ക് അതിൻ്റെ ഔട്ടർ പേജില്ലേ അതായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈസിലുള്ള കാർഡ്ബോർഡ് വാങ്ങിച്ചിട്ടുള്ളത്. രണ്ട് തിക്നെസ്സിലുള്ള കാർഡ്ബോർഡ് രണ്ടും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഔട്ടർ പേജ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് ഞാൻ 15 സെൻറ്റിമീറ്ററിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 6x6 സ്ക്രാപ്പ് ബുക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും സെയിം സൈസിലും പിന്നെ ഇങ്ങനെയും കൂടിയാണ്. ഇനി ഇത് മൂന്നും ഞാനൊരു പേപ്പറിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ബേസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡ് പീസസ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്കിതൊന്നുകൂടി കവർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കാൻ വേണ്ടി നോക്കുക. ഫെവിക്കോൾ കൊണ്ട് പേപ്പറാണെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കുന്നത്. ഞാനൊരു ചാർട്ട് പോലുള്ള സംഭവം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് സെക്യൂർ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇനി എൻ്റെ കയ്യിൽ ഇതിലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഷീറ്റ്സ് ഉണ്ട്. ആ ഷീറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഞാൻ മുമ്പ് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. കുറച്ച് ഞാൻ പുതിയതായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കുറച്ച് ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാം, പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഈ രണ്ട് ഷീറ്റ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഷെയ്ഡ്സ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലും അതുപോലെ ഇവിടെയും ഈ ഭാഗത്തും കുറച്ച് കാണുന്ന രീതിയിൽ, പിന്നെ ഇത് രണ്ടും ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് എക്സസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഉള്ളിലേക്കും മടക്കി കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കംപ്ലീറ്റായി, എല്ലാ ഭാഗവും കംപ്ലീറ്റായിട്ട് നമ്മൾ അതിൻ്റെ ഔട്ടർ പേജ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലുള്ള പേജുകൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് സ്ക്രാപ്പ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്യുന്ന വീഡിയോസ് മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ആനിവേഴ്സറിയുടെ സ്ക്രാപ്പ് ബുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരണം. അപ്പോൾ ഈ ഉള്ളിലുള്ളതും പേജസ് കൊടുക്കാനും അതുപോലെ തന്നെ പുറത്ത് കൊടുക്കാനൊക്കെ ഞാൻ എല്ലാം കൂടി കണ്ടിട്ടാണ് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇത് A4 സൈസിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് 30 രൂപയാണ് വരുന്നത് കേട്ടോ. ചില ഷോപ്പുകളിൽ നിന്ന് ചിലപ്പോൾ കുറവായിട്ട് കിട്ടും, ചില ഷോപ്പിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടും, ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുക്കാം.
ഇനി നമ്മുടെ ഔട്ടർ പേജാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ഒരു സ്റ്റിക്കറും പിന്നെ കുറച്ച് എന്താ പറയുക അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമൽ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒട്ടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടി നോക്കുക. എന്താ നമ്മൾ ആദ്യമേ ഒന്ന് വെച്ചിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു തവണ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറിച്ചെടുത്താൽ എന്തായാലും അതൊരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യും. സോ നല്ലോണം മോഡൽ മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രം അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് നേരത്തെ പ്രിൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രിൻ്റ് എടുത്തതാണ്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ വലിപ്പം കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് സ്റ്റിക്കറിൻ്റെ സൈസ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരു ഇപ്പോൾ നമ്മുടെ ക്യാൻവ ആപ്പിൽ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിക്കർ ഇതാക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് സൈസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ ഒരു എന്താ പറയുക മൈൻഡിൽ ഏകദേശം എത്ര വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെയും സൈസ് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ക്രാപ്പ് ബുക്കാണത്. കാണുമ്പോഴും എന്താ പറയുക നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന എന്നാൽ നല്ല ക്ലാസി ലുക്കായിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കാണ്. അപ്പോൾ ഇതാ നമ്മുടെ പേജ് സെറ്റായിട്ടുണ്ട്, പുറം ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ 1-2 ചെറിയ കോഡ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതും നമ്മൾ പ്രിൻ്റ് എടുത്തത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള 2 ചെറിയ കോഡ്സും കൂടി ഞാൻ അതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പേജ് പുറം ഭാഗം നമ്മുടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പേജസാണ്. അപ്പോൾ അത് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വലിയ വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ എന്തായാലും അത് അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കാണണം, ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുറം ഭാഗം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് എന്നുള്ളതിലുപരി അത് നമ്മുടെ ഒരു കളക്ഷൻ ഓഫ് മെമ്മറീസാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടാകും, ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.